മഹാകുംഭമേളയിൽ പങ്കെടുത്തോടുകൂടി BJP ഉടൻ തന്നെ ചാപ്പ കുത്തുന്ന പോലെ പറഞ്ഞത് ഉടൻ തന്നെ DK BJPയിലേക്ക് പോകും എന്ന രീതിയിലാണ്. വളച്ചൊടിക്കാൻ ഗോദി മീഡിയകൾ ഉള്ളപ്പോൾ BJPക്ക് ആവുവോളം എന്നും പടച്ചുവിടാമല്ലോ. എന്നാൽ DK അടുത്ത പണി തുടങ്ങി. സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് നീങ്ങുകയാണ് DK ശിവകുമാർ. തന്റെ അയൽ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ സ്ഥിതി മെച്ചപ്പെടുത്താൻ DK എടുക്കുന്ന എഫോർട്ട് ചെറുതൊന്നുമല്ല. DKയുടെ കൂടി പരിശ്രമത്തിലാണ് കൃത്യമായും തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി അധികാരത്തിലേക്ക് എത്തിയത്. രേവന്ത് റെഡ്ഡി അധികാരത്തിൽ എത്തിക്കാൻ അദ്ദേഹം മുൻപ് തെലങ്കാനയിൽ PCC അധ്യക്ഷനായിരുന്ന സമയം തന്നെ കർണാടകയുടെ PCC അധ്യക്ഷനായിരുന്ന DK വലിയ രീതിയിലുള്ള സ്ട്രാറ്റജി നടത്തിയതാണ്. ബൂത്ത് തലത്തിൽ വരെ ഉടച്ചുവാർക്കൽ സംഘടനാ തലത്തിൽ നടത്തുന്നതിന് DK എല്ലാ രീതിയിലുള്ള സഹായഹസ്തവും നീട്ടിയിരുന്നു. അത് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് രേവന്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത സ്റ്റാലിനുമായി ചർച്ച നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ DKയുടെ അടുത്ത അസൈൻമെന്റ്. ഇഷ് യോഗ സെന്റർ, അതായത് കോയമ്പത്തൂരിലെ ഇഷ് യോഗ സെന്ററിൽ സദ്ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് DK വലിയ തോതിൽ സംഘപരിവേഷം കൊടുത്തു എന്ന് പല വ്യാഖ്യാനവും ഉണ്ടായെങ്കിലും അദ്ദേഹം അതെല്ലാം നിരസിച്ചു. ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നാണ് DK ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി BJPക്കാരുടെ ദിവാസ്വപ്നം പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുമ്പോഴും DKയുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ കുറഞ്ഞ കാലയളവിലെങ്കിലും നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ആലോചിക്കാൻ വേണ്ടിയുള്ള നീക്കവും തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ ഉദയനിധി സ്റ്റാലിനാണ് ഉപമുഖ്യമന്ത്രിയെങ്കിലും അത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന് സ്റ്റാലിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കൂടി DKയുടെ ഭാഗത്തു നിന്നും അറ്റംപ്റ്റ് ഉണ്ടാകും. DKയുടെ അടുത്ത ലക്ഷ്യം 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് DMK സഖ്യത്തിനെ അധികാരത്തിലേക്ക് തുടർച്ചയായി വീണ്ടും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്.